ഹായ് ഫ്രണ്ട്സ്, ഒരിക്കൽ കൂടി നിങ്ങൾക്കേവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ ചെയ്ത് കാണിക്കുന്നത് ഫിഷ് മോളിയാണ്. നമ്മുടെ നാട്ടിൽ ഫിഷ് മോളി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു വിഭവമാണ്. പണ്ട് കാലം മുതൽ തന്നെ ഒരു കല്യാണത്തിനാണെങ്കിലും ഒരു വിരുന്ന് കൊടുക്കാനാണെങ്കിലും സ്റ്റാർട്ടർ കോഴ്സായിട്ട് ഫിഷ് മോളിയും ബ്രെഡും ഉപയോഗിച്ചിരുന്നു. ഇങ്ങനെയുള്ള ഒരു ഫിഷ് മോളി എങ്ങനെയാണ് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നതെന്ന് ഞാൻ നിങ്ങളെ ഇന്ന് കാണിച്ചു തരാം. ഫിഷ് മോളിക്ക് ആവശ്യമായ സാധനങ്ങൾ ആദ്യം ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് 1/2 കിലോ നെയ്മീൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് ദശ കട്ടിയുള്ള മീനും ഉപയോഗിക്കാവുന്നതാണ്. കരിമീൻ വളരെ നല്ലതാണ് ഫിഷ് മോളിക്ക്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, തേങ്ങയുടെ 2 പാല് 2 കപ്പ്, 1 പാല് 1 കപ്പ്. ഇത് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ കടകളിൽ നിന്ന് അവൈലബിൾ ആണ് റെഡിമെയ്ഡ് തേങ്ങാപ്പാൽ, അത് ഉപയോഗിക്കാവുന്നതാണ്. 2 ടൊമാറ്റോ വട്ടത്തിലരിഞ്ഞത്, 5-6 വെളുത്തുള്ളി നീളത്തിൽ കീറിയത്, 5-6 പച്ചമുളക് ഒന്ന് കീറിയിട്ടത്, 5-6 കാഷ്യൂനട്ട്സ്, 2 ടീസ്പൂൺ നാരങ്ങാനീര്, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി അരിഞ്ഞത്, 1/2 ടീസ്പൂൺ കുരുമുളക് ചതച്ചത്, കുരുമുളക് മുഴുവനായിട്ടുള്ളത് 1/4 ടീസ്പൂൺ, ആവശ്യത്തിന് ഉപ്പ്, കറിവേപ്പില 2 തണ്ട്, ആവശ്യത്തിന് ഓയിൽ. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണ ഇഷ്ടമില്ലാത്തവർക്ക് റിഫൈൻഡ് ഓയിൽ ഉപയോഗിക്കാവുന്നതാണ്. എന്നാൽ ഇനി നമുക്ക് ഫിഷ് മോളി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ആദ്യം നമുക്ക് ചെയ്യേണ്ടത് ഈ മീൻ ഒന്ന് മാരിനേറ്റ് ചെയ്തതിന് ശേഷം ഷാലോ ഫ്രൈ ചെയ്ത് എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു ബൗൾ എടുത്ത് അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കൂടുതലാകാൻ പാടില്ല, മഞ്ഞ കളർ ഒരുപാടായി പോകുന്നതുകൊണ്ട് മഞ്ഞൾപ്പൊടി കുറച്ച് മതി. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും, ഒരു ടീസ്പൂൺ നാരങ്ങാ നീരും ഇതിലേക്ക് ചേർക്കുക. ഒരല്പം ഓയിലും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്തിട്ട് ഈ മീനെല്ലാം ഒന്ന് മാരിനേറ്റ് ചെയ്ത് ഒരു 20 മിനിറ്റ് മുതൽ 30 മിനിറ്റ് വരെ നമുക്ക് വെക്കാവുന്നതാണ്. അത് കഴിഞ്ഞിട്ട് ഷാലോ ഫ്രൈ ചെയ്ത് നമുക്ക് എടുക്കാം. ഈ മീൻ കഷ്ണങ്ങൾ ചെറുതായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് ഒരു 20 മിനിറ്റ് മുതൽ 30 മിനിറ്റ് വരെ വെക്കാവുന്നതാണ്. മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി ഈ മീൻ ഷാലോ ഫ്രൈ ചെയ്ത് എടുക്കാം. ഷാലോ ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഒരു 2-2.5 സ്പൂൺ എണ്ണ ഒഴിക്കുന്നത് നല്ലതായിരിക്കും. എണ്ണ ചൂടാകുമ്പോൾ ഇതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ മീൻ ഇട്ട് കൊടുക്കും. ഷാലോ ഫ്രൈ ആയിട്ടുണ്ട്. നമുക്ക് ഈ മീൻ കോരിയെടുക്കാം. ഈ മീൻ അധികം മൂത്ത് പോകേണ്ട ആവശ്യമില്ല. മീൻ പൊടിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഷാലോ ഫ്രൈ ചെയ്യുന്നത്. ഈ എണ്ണ തന്നെ നമുക്ക് സവാള വഴറ്റാനായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അതിനായിട്ട് ഞാൻ 2 സവാള നീളത്തിലരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നേരത്തെ ഞാൻ സാധനങ്ങൾ കാണിച്ച കൂട്ടത്തിൽ ഈ സവാള കാണിക്കാൻ വിട്ടുപോയി. ഇനി നമുക്ക് ഈ ഉപയോഗിച്ച പാനിലേക്ക്, ഷാലോ ഫ്രൈ ചെയ്ത പാനിലേക്ക് തന്നെ 2 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് അതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന കുരുമുളക് ഇട്ട് പൊട്ടിക്കഴിയുമ്പോഴത്തേക്ക് ഈ സവാളയും ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും കൂടെ ചേർത്ത് വഴറ്റി എടുക്കാവുന്നതാണ്. ഈ കുരുമുളക് ഒന്ന് പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം സവാള ഇട്ട് കൊടുക്കാം. ഈ സവാളയിലേക്ക് അല്പം ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി അരിഞ്ഞു വെച്ചത്, ഇഞ്ചി അരിഞ്ഞു വെച്ചത്, പച്ചമുളക് കീറി വെച്ചതും കൂടെ ഇട്ട് നല്ലതായിട്ടൊന്ന് വഴറ്റുക. ഒരുപാട് വഴറ്റണ്ട, നിറം മാറണ്ട, ഒന്ന് ചെറുതായിട്ടൊന്ന് ട്രാൻസ്പെറൻ്റ് ആയാൽ മാത്രം മതി. മീഡിയം തീയിൽ വഴറ്റുക. ഇനി നമുക്ക് ഈ കുരുമുളക് ചതച്ചതിലേക്ക് ഇട്ട് കൊടുക്കാം. എരിവൊക്കെ അവരവരുടെ ആവശ്യത്തിനനുസരിച്ച് ഇടുന്നതായിരിക്കും നല്ലത്. എരിവ് കുറവാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ കുറച്ച് കുരുമുളകോ അല്ലെങ്കിൽ പച്ചമുളകോ ചേർക്കാവുന്നതാണ്. ഇനി നമുക്ക് ഈ 2 തേങ്ങാപ്പാലൂടെ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ആ തേങ്ങാപ്പാൽ തിളയ്ക്കുമ്പോൾ അതിലേക്ക് മീൻ ഇട്ട് കൊടുക്കുക. അതുപോലെ ഫിഷ് മോളി തിളച്ച് കഴിഞ്ഞ് നല്ലതായിട്ട് നിങ്ങൾക്ക് കട്ടി വേണമെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ കോൺഫ്ലോർ ഈ 2ാമത്തെ തേങ്ങാപ്പാലിലേക്കോ അല്ലെങ്കിൽ ഒരു ശകലം വെള്ളത്തിലോ കലക്കി ഇതിനകത്ത് ചേർത്ത് കഴിഞ്ഞാൽ നല്ല കട്ടി കിട്ടും. ആവശ്യമെങ്കിൽ മാത്രം. അതുപോലെ നിങ്ങളുടെ ആവശ്യത്തിനുള്ള ഉപ്പും നിങ്ങൾ ഒന്ന് നോക്കിക്കോണം. ഇനി ഇതിലേക്ക് മീൻ ഇട്ട് കൊടുക്കുക.
മീഡിയം തീയിൽ നല്ലതായിട്ട് തിളയ്ക്കട്ടെ. ഒരു 3-4 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് ഒന്നാം പാല് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് അടച്ചു വയ്ക്കാം. ഇനി ഇതിലേക്ക് ആ കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. മീൻ നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നാം പാല് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് നോക്കിക്കൊള്ളുക. ഇനി ഇത് ഒരുപാട് തിളയ്ക്കണ്ട. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈ ടൊമാറ്റോ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് നാരങ്ങാ നീരൂടെ, പുളിക്ക് വേണ്ടിയിട്ട് നാരങ്ങാ നീരൂടെ ചേർക്കുക. ആവശ്യത്തിന് മാത്രം ചേർക്കുക, പുളി നിങ്ങളുടെയൊക്കെ ഇഷ്ടത്തിനനുസരിച്ച്. ഇനി നമുക്കിത് ഓഫ് ചെയ്യാവുന്നതാണ്. കുറച്ച് നേരം കഴിയുമ്പോൾ ഇത് കുറച്ചുകൂടെ കട്ടിയായിട്ടിരിക്കും. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണയ്ക്കകത്തോ അല്ലെങ്കിൽ ഒരല്പം നെയ്ക്കകത്തോ കശുവണ്ടി വറുത്തിടാവുന്നതാണ്. നമുക്കൊരു ചീനിച്ചട്ടി എടുത്ത് അതിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ എടുത്ത് വയ്ക്കാം. കശുവണ്ടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് 2-3 കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ ആവശ്യമേ ഉള്ളൂ. നമുക്കിതിൻ്റെ മുകളിലേക്ക് ഇത് ഒഴിക്കാം. അങ്ങനെ നമ്മുടെ സ്വാദേറിയ ഫിഷ് മോളി റെഡിയായി കഴിഞ്ഞു. നിങ്ങൾക്ക് കാണാമല്ലോ. സാധാരണയായിട്ട് ഈ ഫിഷ് മോളി ഉണ്ടാക്കാൻ അധികം സമയമൊന്നും ആവശ്യമില്ല. ഈസി ആയിട്ടും അതുപോലെ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ലാത്തതാണ് ഈ ഫിഷ് മോളിക്ക്. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. പണ്ട് കാലങ്ങളിൽ നമ്മൾ സ്റ്റാർട്ടേഴ്സായിട്ട് ഫിഷ് മോളിയും ബ്രെഡും ഉപയോഗിച്ചിരുന്നു. അതുപോലെ അപ്പത്തിനും ചപ്പാത്തിക്കും അതുപോലെ ബ്രേക്ക്ഫാസ്റ്റിനും എല്ലാം ഈ ഫിഷ് മോളി വളരെയധികം നല്ലതാണ്. തീർച്ചയായും നിങ്ങളിത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യാം. അതുപോലെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാം. ഇനി മറ്റൊരു റെസിപ്പിയുമായിട്ട് അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ.